ഇതൊരു കഥയാണ്. സ്ഥിതിപരിപാലകനായ ശ്രീ മഹാവിഷ്ണുവിന്റെ മായാലീലകളിൽ ഒന്നുമാത്രം. കാലം സത്യയുഗം. സത്യവും ധർമ്മവും വാഴുന്ന പ്രഥമയുഗം. തപസ്സും യജ്ഞവും യാഗവും ആത്മാവായി നിലനിന്നിരുന്ന സുവർണകാലം. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ 4 അവതാരങ്ങൾ പിറവിയെടുത്തത് സത്യയുഗത്തിലായിരുന്നു. മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും. ഗാധികാച്ചിറ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ പൂർവ്വകാലം ഇങ്ങനെയായിരുന്നു. ഘോരവനവും കുന്നുകളും താഴ്വരയിലെ കൃഷിഭൂമികളും നിറഞ്ഞ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു കിങ്ങിണി പോലെ ഒരു താമരപ്പൊയ്ക ഉണ്ടായിരുന്നു. ഇളകിയാടുന്ന താമരപ്പൊയ്കയുടെ കരയിൽ മാൻപേടകളും ഗോക്കളും വിഹരിച്ചിരുന്നു. ഗ്രാമവാസികളിൽ ഏറെയും കൃഷിക്കാരും രാജാക്കന്മാരാൽ നിയോഗിക്കപ്പെട്ട പരമ്പരാഗത ശില്പികളും ദേവപ്രീതിയും സകല ജനനന്മയും കാംക്ഷിച്ചു വേദാധ്യാപനവും യാഗയജ്ഞാധികളും അനുഷ്ഠിച്ചു വന്നിരുന്ന ബ്രാഹ്മണരുമായിരുന്നു. അവിടേക്കാണ് വടക്ക് ദേശത്തുനിന്നും പിൽക്കാലത്ത് വിശ്വാമിത്രൻ എന്ന മഹാഋഷിയുടെ പിതാവായ ഗാധി മഹർഷി എത്തിച്ചേർന്നത്. താമരപ്പൊയ്കയുടെ മധ്യഭാഗത്തായി ഉയർന്നു നിന്ന പാറയിൽ അദ്ദേഹം തന്റെ തപസ് ആരംഭിച്ചു. വർഷങ്ങൾ നീണ്ട കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു താമരപ്പൊയ്കയുടെ മധ്യഭാഗത്തായി അവതരിച്ചു. തപസ്സിന്റെ പൂർണ്ണതയിൽ ഭക്തിപുരസരം സാഷ്ടാംഗം പ്രണമിച്ച ഗാധി മഹർഷിക്ക് അനുഗ്രഹാശിസ്സുകൾ പ്രദാനം ചെയ്ത് ഭഗവാന്റെ ദിവ്യദേഹം അന്തർധാനം ചെയ്തു. ജന്മസാഫല്യം നേടി കൃതാർത്ഥനായ ഗാധി മഹർഷി തടാകക്കരയിൽ കുന്നിൻ മുകളിലായി സ്വയം ജാതനായ ദേവദേവനായ ശ്രീ മഹാവിഷ്ണുവിനെ ലോകാനുഗ്രഹ ഹേത്വർത്ഥം പ്രതിഷ്ഠ ചെയ്തു. പിൽക്കാലത്ത് ഗാധികാച്ചിറ മഹാവിഷ്ണു ക്ഷേത്രമെന്ന മഹാക്ഷേത്രമായി പരിണമിച്ചു. കാലങ്ങൾ കടന്നുപോയി. ദേവനെ പൂജിച്ചു കഴിയവേ യാദൃച്ഛികമായി തന്റെ തപസ്സിന് ഭംഗം വരുത്തുമെന്നു കണ്ടപ്പോൾ ഒരു ഗോവിനെ ശിക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഗോമാതാവിന് ജീവൻ നഷ്ടമായി. ഇതിൽ മനം നൊന്ത ഗാധി മഹർഷി ഗോശാപം എന്ന മഹാപാപത്തിൽ നിന്നും രക്ഷ നേടാൻ പരിഹാരത്തിനായി മറ്റൊരു മഹാവിഷ്ണു ക്ഷേത്രം കൂടി പ്രതിഷ്ഠ ചെയ്തു. പിൽക്കാലത്ത് സർവപാപപരിഹാരമൂർത്തിയായി പരിയാരത്തപ്പനായി പരിയാരം മഹാവിഷ്ണു ക്ഷേത്രമെന്ന മഹാക്ഷേത്രമുണ്ടായി. കാലചക്രം അതിവേഗം ചലിച്ചുകൊണ്ടിരുന്നു. ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗമെത്തി. നാടെങ്ങും അധാർമികതയുടെ വിത്തുകൾ മുളച്ചു വടവൃക്ഷങ്ങളായി മാറി. യുദ്ധവും കോലാഹലങ്ങളും ധർമ്മത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മനുഷ്യരെ അകറ്റി. നിരീശ്വരവാദവും യുദ്ധാത്മകമായ മനസ്സും സ്വാർത്ഥതയും മനുഷ്യന്റെ നന്മയെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. മഹാക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. ആധ്യാത്മികതയിൽ നിന്നും അകന്നുപോയ ജനങ്ങളിൽ സമാധാനം ഇല്ലാതായി. ഈ അധാർമികതയുടെ പ്രവാഹത്തിൽ ഗാധികാച്ചിറ എന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രവും കാലവിസ്മൃതിയിൽ ഒരു തിരി പോലും തെളിയാതെ, നൈവേദ്യവും അഭിഷേകവും പോലുമില്ലാതെ മാറാല പൂണ്ടുകിടന്നു. പക്ഷേ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ചരിത്രമാണ് പിറക്കുന്നത്. പഴമയുടെ പൈതൃകവും പ്രതാപവും ഇനിയൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയെ കാലാകാലങ്ങളിൽ നിയോഗിക്കപ്പെട്ട ക്ഷേത്രപാലകർ പുനർനിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഭക്തജനങ്ങളെ സത്സംഗങ്ങൾ കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും സംഘടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഉപദേവനായി വീരഭക്ത ഹനുമാൻ ശ്രീകോവിൽ സഹിതം പ്രതിഷ്ഠിക്കപ്പെട്ടു. നിയോഗിക്കപ്പെട്ട ക്ഷേത്രപാലകരെ സാന്നിധ്യം കൊണ്ട് ഭക്ത ഹനുമാൻ മുന്നിൽ നിന്ന് നയിച്ചു. യോഗനിദ്രയിൽ അനന്തശയനത്തിൽ എല്ലാം കണ്ടും കേട്ടും ഭഗവാൻ മൗനം പൂണ്ടിരുന്നു. അതെ, സമയം സമാഗതമായിരിക്കുന്നു. ദേശദേവന്റെ ചൈതന്യം അമൃതധാരയായി പെയ്തിറങ്ങുന്നു. കലിയുഗത്തിന്റെ ആ അധാർമികതയ്ക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ ആധ്യാത്മികതയുടെ പടവാൾ കൊണ്ട് ഭക്തസഹസ്രങ്ങൾ പോരാളികളായി പരിണമിച്ചു. നാമജപങ്ങളും യാഗസൂക്തങ്ങളും പൈതൃകം പകർന്നു നൽകിയ ആത്മീയതയുടെ ഗംഗപ്രവാഹമായി നാടെങ്ങും ഐശ്വര്യം നിറക്കുന്നു. ഒരു ഗ്രാമം ഒന്നാകെ കാത്തിരിക്കുകയാണ്. മഹാസുഹൃതയാഗം സൂര്യഗായത്രി എന്ന മഹാമന്ത്രം 96,000 ഉരുജപിച്ചുകൊണ്ട് വൈദിക വിധിപ്രകാരം ആചാര്യശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹായാഗം ഇതൊരു നിയോഗമാണ്.
ഈ യാഗഭൂമിയിൽ എത്തിച്ചേരാൻ കഴിയുകയെന്നത് സുകൃതമാണ്. ഓരോ ഭക്തനും സുകൃതം പ്രദാനം ചെയ്യുന്ന മഹായാഗം. 2026 മെയ് 4 മുതൽ 7 വരെ വരിക ഈ യാഗഭൂമിയിലേക്ക്, മോക്ഷഭൂമിയിലേക്ക്.